നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു പുതിയ വീഡിയോയുമായിട്ടാണ്. ഒരു എഗ്ലെസ് റെഡ് വെൽവെറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ആദ്യം ബട്ടർ മിൽക്ക് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 സ്പൂൺ വിനാഗിരി ഒഴിച്ച് നന്നായി ഇളക്കി മാറ്റി വെക്കണം. നന്നായി ഇളക്കി കൊടുക്കണം. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി കേക്കിന് വേണ്ടിയുള്ള ഡ്രൈ നമുക്ക് നരിച്ചെടുക്കാം. അതിനുവേണ്ടി 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കണം. ഇനി അതിലേക്ക് 1 നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് അരിച്ചെടുക്കാം. ഇനി അതിലേക്ക് 1.5 സ്പൂൺ കൊക്കോ പൗഡറും കൂടി ഇട്ട് നന്നായി 2 പ്രാവശ്യം കൂടി അരിച്ചെടുക്കാം. 1.5 കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്. 50 ഗ്രാം ബട്ടർ ഒരു ബൗളിലേക്ക് ഇട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. കുറച്ചായി പഞ്ചസാര ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഒന്നര കപ്പ് പഞ്ചസാര ഇതിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് ബട്ടർ മിൽക്ക് ഒഴിച്ചു കൊടുക്കണം. ബട്ടർ മിൽക്ക് കുറച്ചായിട്ട് നമുക്ക് ഇതിനകത്തൊക്കെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മുഴുവൻ ബട്ടർ മിൽക്കും ഒഴിച്ച് നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. റെഡ് വെൽവെറ്റിന് കളറിന് വേണ്ടിയിട്ട് നമ്മൾ 1 സ്പൂൺ സൂപ്പർ റെഡ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. കുറച്ചായി ഇട്ട് കൊടുക്കണം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് മുഴുവനായി ഇതിനകത്തേക്കിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കേക്ക് ടിന്നിൽ നമ്മൾ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്റർ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. എയർ ബബിൾസ് ഇല്ലാതിരിക്കാൻ ഇന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഒരു പാത്രം നമ്മൾ 10 മിനിറ്റായി പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അതിനകത്തേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. നമുക്ക് ഇനി ഇതൊന്ന് അടച്ചു വെച്ച് 45 മിനിറ്റോളം വെയിറ്റ് ചെയ്യാം. വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്തെടുക്കണം. ഞാൻ വിവോയുടെ ക്രീമാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് 2 കപ്പ് ക്രീം എടുക്കാം. ഫസ്റ്റ് സ്പീഡിലിട്ട് നമ്മുടെ വിപ്പിംഗ് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കണം. 1 മിനിറ്റോളം ഫസ്റ്റ് സ്പീഡിൽ ഇട്ട് നമുക്ക് വിപ്പ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് സ്പീഡ് കൂട്ടിക്കൊടുക്കാം. നമുക്ക് സ്റ്റിഫായിട്ടുണ്ടോ എന്ന് നോക്കാം.
കുറച്ചും കൂടി ഒന്ന് സ്റ്റിഫാക്കണം. നമ്മുടെ ക്രീം ഇപ്പോൾ സ്റ്റിഫായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ക്രീം ചീസ് ഇട്ട് കൊടുക്കാം. നമ്മൾ ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മിൽക്കി മിസ്റ്റിൻ്റെ ക്രീം ചീസാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ചിട്ട് കൊടുക്കാം. നമ്മൾ ക്രീം ചീസ് അതിനകത്തേക്ക് ഇട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഒരു ഈർക്കിലെങ്ങാനും വെച്ച് കുത്തി നോക്ക്. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിലൊന്നും പറ്റി പിടിച്ചിട്ടില്ല. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നൈഫ് കൊണ്ട് ഒരു കട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്കൂടി ഇട്ട് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ 2 ലെയറായിട്ട് കേക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കേക്കിൻ്റെ മുകൾ ഭാഗത്തുനിന്ന് കുറച്ച് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇത് ഡെക്കറേറ്റ് ചെയ്യാനാണ്. ഇനി നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് കേക്ക് ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ക്രീം തേച്ച് കൊടുക്കണം. നമ്മൾ ആദ്യത്തെ ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കണം. ഇതിനകത്തേക്ക് ക്രീം തേച്ച് കൊടുക്കാം. ആദ്യത്തെ ലെയറിൻ്റെ മുകളിൽ നമ്മൾ ക്രീം തേച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ലെയർ എടുത്ത് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ക്രീം തേച്ച് കൊടുക്കണം. അതിൻ്റെ മുകളിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കണം. ഇനി അതിൻ്റെ മുകളിലേക്ക് ക്രീം തേച്ച് കൊടുക്കണം. ഇത് നമ്മൾ ഫുൾ ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. നമ്മുടെ കേക്ക് മൊത്തം ക്രീം കൊണ്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ കേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. കേക്ക് ഇപ്പോൾ നമ്മൾ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഭാഗത്തായിട്ട് നമുക്ക് കുറച്ച് കേക്കിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ കേക്ക് മുഴുവൻ ഡെക്കറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിന് ഡെക്കറേഷൻ ചെയ്യാവുന്നതാണ്. നമ്മൾ കേക്ക് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം.
നമ്മുടെ കേക്ക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്യണം. നല്ല സോഫ്റ്റ് കേക്കാണ്. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.